ക്ഷേത്രത്തെ പറ്റിയും ഗുരുവായൂരപ്പനെ പറ്റിയും എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. പരിപാവനമായ ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിലേക്ക് കിഴക്കേ വാതിൽമാടം വഴി അകത്ത് കടന്നാൽ വാതിലിന്റെ രണ്ടു ഭാഗത്തും വലിയ വീതിയിലുള്ള തിണ്ണകൾ അഥവാ അകത്ത് കെട്ടുംപടി. ഇവിടെ കിഴക്കേ ചുരം ചാരി ശ്രീലകത്തേക്ക് നോക്കിയിരുന്ന് ഭഗവാനുമായി സംവദിച്ചാണ് മേൽപ്പത്തൂർ ഭട്ടതിരി ശ്രീമദ് നാരായണീയം എഴുതിയതത്രേ. ഇവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. പിച്ചളയിൽ തീർത്ത ഒരു ബോർഡും. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറേക്ക് ദീർഘമായ തിടപ്പള്ളി. ഇന്നൊക്കെ ഇതിൻ്റെ പുറം ചുമരിനോട് ചേർന്ന് ചന്ദനം അരയ്ക്കൽ കൂടി നടക്കുന്നുണ്ട്. തിടപ്പള്ളിയുടെ പടിഞ്ഞാറേ അറ്റത്ത് പടിഞ്ഞാറേ ചുമരിനോട് തൊടാതെ ഒരു ചെറിയ മുറി. ഈ മുറിയുടെ വാതിൽ വടക്കോട്ടാണ്. ഇതിനെ സരസ്വതി അറ എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് നവരാത്രി കാലത്ത് പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത്. ദിവസവും ഇവിടെ വിളക്ക് വെച്ച് വാതിൽ തുറന്നിടുന്നു. ഇതിൻ്റെ നേരെ മുന്നിൽ ഒരു 5 അടി മാറിയാണ് ഗണപതിയുടെ അമ്പലം. സരസ്വതിയും ഗണേശനും മുഖത്തോട് മുഖം നോക്കിയാണ് ഇരിക്കുന്നത്. തിടപ്പള്ളിയുടെയും സരസ്വതി അറയുടെയും ഇടയിലായി ചെറിയൊരു കെട്ടിമറ കാണാം. ആരും ഇതങ്ങനെ ശ്രദ്ധിക്കാറില്ല. തിടപ്പള്ളിയുടെ ഒറ്റ ചുമരാണെന്നേ കരുതൂ. മാത്രവുമല്ല, ഇതിൻ്റെ വാതിൽ സ്ഥിരമായി കരിങ്കൽ കെട്ടി അടച്ചിരിക്കുകയുമാണ്. ഇതൊരു രഹസ്യ അറയാണത്രേ. ഭഗവാന്റെ മയിൽപീലി, പൊന്നോടക്കുഴൽ, സ്യമന്തക് മണി മുതലായവ ഇതിനകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രഹസ്യ അറയെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം.